അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇബ്നു തൈമിയുടെ കിതാബ് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ ഷേഖ് മൗലവി പറയുന്നത് അത് യുർവ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അഥവാ മുളാരിയ മജ്ഹൂൽ, അഥവാ നിങ്ങൾക്കറിഞ്ഞാൽ ഫായിലിനെ പറയാത്തത് അഥവാ കർത്താവിനെ പറയപ്പെടാത്തൊരു ക്രിയയാണ്. അപ്പോൾ അത് റെഡിയാവുകയില്ല എന്നാണ് മൗലവി പറയുന്നത്. എന്നാൽ സനദ് ഉൾപ്പെടെയുള്ള മുസന്നഫ് തുടങ്ങിയ 2-3 ഗ്രന്ഥങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നത് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇബ്നു തൈമിയ അവിടെ ദലീലായി കൊണ്ടുവന്ന മഴയെ തേടാൻ വേണ്ടി വന്ന ആ സംഭവം കൃത്യമായിട്ട് ഈ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ പലപ്പോഴും സംഭവിക്കാറുള്ളത്, നാം ഇവിടെ ഉദ്ധരിക്കുന്ന വ്യക്തമായ തെളിവുകൾക്കും രേഖകൾക്കും കൃത്യമായ മറുപടി ഗണ്ണന മുസ്ലിയാക്കന്മാർക്ക് പറയാൻ സാധിക്കാതെ വരുമ്പോൾ ചില ദുർബലമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലിപ്പുകൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രം. അതിലൊന്നും നമ്മുടെ തെളിവുകൾക്കും രേഖകൾക്കും ഗണ്ണനം കാണാൻ സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ മുസ്ലിയാർ 2 ക്ലിപ്പുകൾ പോസ്റ്റ് ചെയ്തപ്പോൾ വല്ല വൈജ്ഞാനിക ഫായിദയുമുള്ള ഒരു ഖണ്ഡനം പറഞ്ഞോ? ഇല്ല. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. മുസ്ലിയാർ പറഞ്ഞൊരു വിഷയം എന്താണ്? അതായത് ഈ സംഭവം ഏതൊരു മനുഷ്യൻ നബിയുടെ ഖബറിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക്ക് എന്ന് പറഞ്ഞു അത്രേ. ഈ ഒരു സംഭവമാണ് ഇവർ പലപ്പോഴും ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത്. അപ്പോൾ ഇത് ഇബ്നു കസീർ സഹീഹാണെന്ന് പറഞ്ഞു എന്ന്, അത് ശരിയായ പ്രയോഗമല്ല. ഇബ്നു കസീർ അതിൻ്റെ പരമ്പര സഹീഹാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരമ്പര സഹീഹാണെന്നും ഹദീസ് സഹീഹാണെന്നും രണ്ടും രണ്ട് പ്രയോഗങ്ങളാണ്. അതേ ഇബ്നു കസീർ തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബ് ഇവിടെ നാം പോസ്റ്റ് ചെയ്ത് വിശദീകരിച്ചു. അഥവാ ഒരു ഹദീസിൻ്റെ പരമ്പര സഹീഹായതുകൊണ്ട് ആ ഹദീസ് സഹീഹാകണമെന്നില്ല. കാരണം അതിൽ ശുദൂദ് ഉണ്ടാകും, ന്യൂനതകളുണ്ടാകും. അപ്പൊ അങ്ങനെ ചില ന്യൂനതകളാണ് ഇവിടെ നാം വിശദീകരിച്ചത്. അതിനൊന്നും മുസ്ലിയാർക്ക് ഖണ്ഡനം പറയാൻ സാധിക്കുന്നില്ല. അബൂ സാലിഹ് സമ്മാൻ ഇവിടെ മുസ്ലിയാർ പറഞ്ഞല്ലോ മൗലവിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണെന്ന്. അല്ലല്ലോ മുസ്ലിയാരെ. അബൂ യഅ്ലൽ ഖലീലി എന്ന ഹദീസ് പണ്ഡിതന്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതായത് അബൂ സാലിഹ് അസ്സമ്മാൻ എന്ന റാവി മാലിക്കുദ്ദാറിൽ നിന്ന് കേട്ടു എന്ന് പറയപ്പെടുന്നു എന്ന് യാതൊരു രേഖയുമില്ല. അത് എൻ്റെ വക വ്യാഖ്യാനമല്ല, മറിച്ച് വൽ ബാഖൂന അർസലൂഹു, മറ്റുള്ളവരൊന്നും മാലിക്കുദ്ദാറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടില്ല. അവിടെ മുസ്ലിയാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് മാലിക്കും ദീനാർ അല്ല മുസ്ലിയാരെ, മാലിക്കുദ്ദാർ, ദീനാറല്ല. മറ്റുള്ളവരൊന്നും അങ്ങനെ ചെയ്തില്ല. വൽ ബാഖൂന അർസലൂഹു, അഥവാ മാലിക്കുദ്ദാറിൽ നിന്ന് ഈ അബൂ സാലിഹ് സമ്മാൻ ഉദ്ധരിച്ചത്. അബൂ സാലിഹ് സമ്മാൻ ആകട്ടെ മാലിക്കുദ്ദാറിൽ നിന്ന് ഈ ഹദീസ് കേട്ടു എന്നതിന് തെളിവില്ല. അങ്ങനെ പറയപ്പെടുന്നു എന്ന്. എന്താ ഈ പറയപ്പെടുന്നു എന്ന്? ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങനെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മഫ്ഹൂം മുസ്ലിയാരെ? അപ്പൊ മാലിക്കുദ്ദാറിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഥവാ വരൾച്ച വർഷത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആമുർ റമാദയിൽ എന്താണ് ചെയ്തത് എന്നും എന്താണ് സംഭവിച്ചത് എന്നുമൊക്കെ വ്യക്തമായ റിപ്പോർട്ടുകൾ വേറെയുമുണ്ട്. ആ റിപ്പോർട്ടുകളിലൊന്നും എന്ത് കാണപ്പെടുകയില്ല? ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വന്ന് അവിടെ ഇസ്തിസ്ഖാ ചോദിച്ചു, മഴയ്ക്ക് വേണ്ടി ചോദിച്ചു, ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക എന്ന ഈ ഒരു മാലിക്കുദ്ദാറിൽ നിന്ന് വന്ന ആ റിപ്പോർട്ടിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളവരൊന്നും അങ്ങനെ ഉദ്ധരിച്ചിട്ടില്ല. മാത്രമല്ല മാലിക്കുദ്ദാർ എന്ന റാവിയെ സംബന്ധിച്ച് പല പ്രഗത്ഭരായ ഷാഫിഈ മദ്ഹബുകാരായ പണ്ഡിതന്മാരും ഹദീസ് ഇമാമിങ്ങളും ലാ അഅരിഫുഹു ലം അഅരിഫുഹു, അയാളെ കുറിച്ച്
എനിക്കൊന്നും അറിയില്ല എന്ന് വെച്ചാൽ ആ ഹദീസ് പണ്ഡിതന്റെ വീക്ഷണപ്രകാരം ഈ റാവി മജ്ഹൂലാണ്, അറിയപ്പെടാത്ത റാവിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള പല ന്യൂനതകളും നാം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ മുസ്ലിയാർക്ക് ഖണ്ഡനം പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചില വോയിസുകൾ പോസ്റ്റ് ചെയ്തെന്ന് മാത്രം, അതിനൊന്നും യാതൊരു ഫായിദയുമില്ല. ഇവിടെ നാം പല വ്യക്തമായ തെളിവുകളും അതേപോലെ തന്നെ രേഖകൾ സമർപ്പിച്ചു. അവയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ ഒരു സംഭവപ്രകാരം നമ്മുടെ പൂർവികരായ സഹാബിമാരോ താബിഈങ്ങളോ അത്ബാഉ താബിഈങ്ങളോ 4 മദ്ഹബിലെ മുജ്തഹിദുകളായ ഇമാമിങ്ങളൊന്നും ഇത് പ്രകാരം അമൽ ചെയ്തിട്ടില്ല. അതൊക്കെ പിന്നീട് തെളിവാണ്, തവസ്സുലാക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ പറ്റുന്നൊക്കെ പിൽക്കാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം, 5-ാം നൂറ്റാണ്ടിന് ശേഷം 6-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് ആ ഒരു ചർച്ച തന്നെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി നടക്കുന്നത്. സഹാബികൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വിഷയമാണ് ഇപ്പോൾ സമസ്തക്കാർ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തെളിവാക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആമായിരുന്നു, വർഷമായിരുന്നു ആമുർ റമാദ, വരൾച്ച ബാധിച്ച വർഷം. ആ വർഷത്തിൽ എന്താണ് മുസ്ലിമീങ്ങൾ ചെയ്തതെന്നും എന്താണ് യഥാർത്ഥമായും സംഭവിച്ചതെന്നും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായ രേഖയുണ്ട്. അതിൽ ദുർബലമായ രേഖകളുണ്ട്, അതേപോലെ തന്നെ സഹീഹായ റിപ്പോർട്ടുകളുണ്ട്. ഈ സഹീഹായ റിപ്പോർട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും ഖബറിനെ സമീപിച്ചുകൊണ്ട് ഒരാളും അവിടെ പോയിട്ടില്ല. മറിച്ച് എന്താണ്, ശുദ്ധ തൗഹീദായ അള്ളാഹുവിനോട് മാത്രമുള്ള ദുആ ആണ് കിതാബുകളിലുള്ളത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അൽ ബിദായത്തു വന്നിഹായ മുറിയ മുസ്ലിയാരി പോസ്റ്റ് ചെയ്തു. ഈ മാലിക്കുദ്ദാറിന്റെ സംഭവമല്ലാതെ മറ്റുള്ള റിപ്പോർട്ടുകളിലൊക്കെ അതിൽ ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്, സഹീഹായ റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിൽ തന്നെ ഈ മാലിക്കുദ്ദാറിൽ നിന്ന് അബൂ സാലിഹ് സമ്മാൻ എന്ന റാവി ഉദ്ധരിച്ച ഈ റിപ്പോർട്ടല്ലാതെ മറ്റു റിപ്പോർട്ടുകളിലൊന്നും ഒരു റജുലാകട്ടെ അല്ലെങ്കിൽ ബിലാൽ ഇബ്നുൽ ഹാരിസ് ആകട്ടെ ആരും റസൂലുള്ളാഹിന്റെ ഖബ്റിലേക്ക് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായ ഒരു രേഖയുമില്ല. ഇനി മാത്രമാണോ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്? അതായത് അള്ളാഹുവെ, മുമ്പ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നബിനെ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നബിയുടെ ദുആ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കിയിരുന്നു. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. ഞങ്ങളിതാ ഇപ്പോ റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞാൽ അൽ അബ്ബാസിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അതാണ് സ്വഹാബികൾക്കൊക്കെ പരിചയമുള്ള തവസ്സുല്. അതല്ലാതെ ഒരു വ്യക്തിയുടെ ദാത്ത് കൊണ്ട് അല്ലെങ്കിൽ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തവസ്സുലാക്കുക എന്നത് സഹാബികൾക്ക് അപരിചിതമാണ്. ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്, ശ്രദ്ധിക്കണം. അതായത് ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോഴാ ഞങ്ങൾ അൽ അബ്ബാസിനെ കൊണ്ട് തവസ്സുലാക്കുന്നു. സഹോദരന്മാർ ചിന്തിക്കണം, ഈ റജുലിന്റെ സംഭവം നടന്ന സംഭവമായിരുന്നുവെങ്കിൽ, അഥവാ നബിയോടുള്ള തവസ്സുലാണല്ലോ ഈ റജുൽ സംഭവത്തിലുള്ളത്, അതായത് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, അത് നടന്ന സംഭവമായിരുന്നുവെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ മുമ്പ് കുന്നാ നതവസ്സലു ഇലൈക ബിനബീന എന്ന് പറയുമായിരുന്നില്ല. മുമ്പും ഇപ്പോഴും ഞങ്ങൾ നബിനെ കൊണ്ട് തവസ്സുലാക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയിൽ വരേണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അൽ അബ്ബാസിനെ കൊണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ സന്ദർഭത്തിൽ നബിനെ കൊണ്ട് തവസ്സുലാക്കിയില്ല എന്നതിന് ഏറ്റവും വലിയ രേഖയാണ്. അപ്പൊ ആ റജുലിന്റെ സംഭവം നടക്കാത്ത ഒരു ദുർബലമായ ഒരു ഹിക്കായത്താണ് നമുക്ക് മനസ്സിലായി.